السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يكتمون ما أنزلنا من البينات والهدى من بعد ما بيناه للناس في الكتاب أولئك يلعنهم الله ويلعنهم اللاعنون. പ്രിയമുള്ള സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ ഒരായത്താണ് ഓതി കേൾപ്പിച്ചത്. അതിന്റെ ആശയം ഇങ്ങനെയാണ്: ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ. സന്മാർഗത്തിൽ നിന്നും ബയ്യിനാത്തിൽ നിന്നും തെളിവുകളിൽ നിന്നുമൊക്കെ നാം നിങ്ങൾക്ക് അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനിൽ അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങളിൽ അതിൽ നിന്ന് വല്ലവരും വല്ലതിനെയും മൂടിവെക്കുന്ന പക്ഷം മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ്, ആ ഗ്രന്ഥത്തിലൂടെ ജനങ്ങൾക്ക് എല്ലാ തെളിവുകളും കൃത്യമായി നാം വിവരിച്ചു കൊടുത്തതിന് ശേഷം ആ കാര്യങ്ങളെ മറച്ചു വെക്കുന്ന ആളുകൾ ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലഈനൂൻ, അവരെ അല്ലാഹു ശപിച്ചു, അതുപോലെ തന്നെ ശപിക്കുന്നവരൊക്കെ ശപിക്കുമെന്നാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് വിശുദ്ധ ഖുർആനിലൂടെ അവതരിപ്പിക്കുന്നതിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ജൂത ക്രൈസ്തവ വിഭാഗക്കാർ അവരുടെ വേദഗ്രന്ഥങ്ങളായ അവരിലേക്ക് അവതീർണമായ തൗറാത്തിലും ഇഞ്ചീലിലുമൊക്കെ വരാനിരിക്കുന്ന ഒരു അന്തിമ പ്രവാചകനെ കുറിച്ചുള്ള സൂചനകൾ നൽകിയിട്ടും അതിനെ അവർ മറച്ചുവെച്ച പശ്ചാത്തലവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിമ ദൂതനായി കടന്നു വന്നപ്പോ അവിടെയുണ്ടായിരുന്ന ജൂത വിഭാഗക്കാർ അതൊന്നും ചെവിക്കൊള്ളാതെ അംഗീകരിക്കാതിരുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. ആ സത്യപ്രവാചകനെ നിരാകരിക്കുകയും മുൻവേദഗ്രന്ഥങ്ങളായ തൗറാത്താവട്ടെ ഇഞ്ചീലാവട്ടെ അതിലെ ആശയങ്ങൾ, അതിലെ തത്വങ്ങൾ, അതൊക്കെ തന്നെയാണ് വിശുദ്ധ ഖുർആനും ശരിവെച്ചുകൊണ്ട്, മുൻവേദങ്ങളെ ശരിവെച്ചുകൊണ്ടാണ് അവസാന വേദഗ്രന്ഥമായ ഖുർആനും അവതരിക്കുന്നത്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയെ ദൈവപുത്രനായി കണ്ട ആ പിൽക്കാലത്ത് ഇഞ്ചീലിന്റെ വക്താക്കൾ ആ ആശയങ്ങളെ കൂട്ടിമാറ്റി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദൈവപുത്രനാണെന്ന് അവർ വാദിക്കുകയും ആ നിലക്ക് കരുതി പോരുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് ഉപദേശിച്ചതും പറഞ്ഞതും ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരുന്നു. അതിന് ഘടകവിരുദ്ധമായിട്ടാണ് അവർ പിന്നീട് പിൽക്കാലത്ത് പ്രവർത്തിച്ചത്. പക്ഷേ ആ ഇഞ്ചീലിന് ശരിവെക്കുന്ന ആശയങ്ങളാണ് ഖുർആൻ അവസാന ഗ്രന്ഥത്തിലൂടെ അള്ളാഹു പറയുന്നത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. തൗറാത്താണെങ്കിലും അങ്ങനെ തന്നെ. പക്ഷെ അതിനെയെല്ലാം അവർ അവരുടേതായ യുഹർരിഫൂനൽ കലിമ അൻ മവാദിഇഹി, തന്നിഷ്ടപ്രകാരം അവരുടെ ഇച്ഛകൾക്കനുസൃതമായി അതിന്റെ വാചകങ്ങളെ യഥാസ്ഥാനങ്ങളിൽ നിന്ന് അവർ മാറ്റിമറിച്ചു എന്നാണ് ഖുർആൻ അതിനെപ്പറ്റി സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രൂപത്തിൽ ഈ കാര്യങ്ങളെയെല്ലാം മറച്ചു വെച്ച ആളുകൾ, അവരെ പറ്റി അല്ലാഹു പറയുന്നത് ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലഈനൂൻ, അല്ലാഹു ശപിക്കുന്ന മലക്കുകളും വിശ്വാസികളുമൊക്കെ അത്തരം ആളുകളെ ശപിച്ചുകൊണ്ടിരിക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്നത് അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയരാകുന്ന വിഭാഗങ്ങളെ എണ്ണിയ കൂട്ടത്തിൽ ഖുർആൻ പരിചയപ്പെടുത്തിയ ഒന്നാണ് സത്യത്തെ മറച്ചു വെക്കുക എന്നുള്ളത്. സത്യത്തെ മറച്ചു വെച്ച് ഇന്ന് പണ്ഡിത വേഷധാരികൾ
പണ്ഡിതന്മാർ എന്ന് സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകൾ പോലും ഇങ്ങനെയുള്ള സത്യം ഇന്നതാണ് എന്ന് ഖുർആനിലൂടെ തെളിഞ്ഞിട്ടും അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും അത് ജനങ്ങളിൽ നിന്ന് എന്തൊക്കെയോ കാര്യലാഭങ്ങൾക്ക് വേണ്ടി മറച്ചുവെച്ച് അതിനെ തങ്ങളുടെ മറ്റു ലാഭങ്ങൾക്ക് വേണ്ടി ജനസമൂഹത്തിൽ നിന്ന് അതിനെ മറച്ചു വെക്കുന്ന ഒരു കാഴ്ച നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റും. ജൂതന്മാരെ പറ്റും ക്രിസ്ത്യാനികളെ പറ്റും അവതരിച്ച വാചകമാണ് എങ്കിലും ഇത് ലോകാവസാനം വരെയുള്ള മനുഷ്യരാശിക്ക് ഇത് മാർഗമാണ്. വിശുദ്ധ ഖുർആനിലെ വാക്യങ്ങൾ അവർക്ക് പ്രമാണമാണ്, അവർ അംഗീകരിക്കേണ്ടതാണ് ആരായിരുന്നാലും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളിലേക്കൊന്ന് പരിശോധിക്കുമ്പോൾ നോക്കുമ്പോ ഈ രൂപത്തിൽ എന്തൊക്കെയോ വിശുദ്ധ ഖുർആൻ നിങ്ങൾ അള്ളാഹുവിന് പുറമെ മറ്റു ആരാധ്യരെ സമന്മാരെ സ്വീകരിക്കരുത്, അവനിലേക്ക് ഇടയാളന്മാരെ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന സമ്പ്രദായം ശിർക്കൻ ഏർപ്പാടാണ്. അത് അവര് പറഞ്ഞതായിരുന്നു. ഇവർ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അവർ അള്ളാഹു ആണ് എന്ന് ഞങ്ങൾക്ക് സങ്കല്പമോ വിശ്വാസമോ ഒന്നുമില്ല, പക്ഷേ ഈ മഹത്തുക്കൾ അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കും. ഇതേ കാഴ്ചപ്പാടല്ലേ ഇന്ന് നമ്മുടെ സമൂഹത്തിലെ പണ്ഡിതന്മാർ സമൂഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുക. ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് എന്താണ് ഈ ഒരു കാഴ്ചപ്പാട് ഇസ്ലാമിൽ എവിടെയാണുള്ളത്? ഹക്ക് ഇന്ന ആളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് പഠിച്ചോനെ എന്ന തേട്ടം നമ്മൾ എവിടെയാണ്? വിശുദ്ധ ഖുർആനിലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്യങ്ങൾ എവിടെ നമ്മൾ കാണും? എത്രയോ മുൻ പ്രവാചകന്മാർ മഹത്തുക്കളായ ഖലീലുള്ളാഹി എന്ന് അല്ലാഹു വിശേഷിപ്പിച്ച ഇബ്രാഹിം മില്ലത്തിൽ പിൻപറ്റി പോരുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ അല്ലാഹുവേ ഇബ്രാഹിമിന്റെ മില്ലത്ത് അല്ലെങ്കിൽ ഇബ്രാഹിം നബിയുടെ ഹക്ക് കൊണ്ട് ജാഹ് കൊണ്ട് ഇസ്മായിൽ നബിയുടെ ബർക്കത്ത് കൊണ്ട് പഠിച്ചോനെ എന്ന ഒരു തേട്ടം ഇല്ലേ ഇല്ല. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ, എന്റെ അടിയാന്മാർ എന്നെ പറ്റി ചോദിച്ചാൽ അവരോട് പറഞ്ഞേക്കുക ഫഇന്നി ഖരീബ്, ഞാൻ ഏറ്റവും അടുത്തവനാണ്. എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് ഞാൻ ഉത്തരം നൽകും എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഘടകവിരുദ്ധമായിട്ടുള്ള സമീപനങ്ങളാണ് ഇന്ന് പല സമൂഹത്തിൽ ഇന്ന് അറിവുള്ളവർ എന്ന് അവകാശപ്പെടുന്നവർ പോലും ചെയ്യുന്നത് എന്ന് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ഇങ്ങനെയുള്ള ഇടത്തേട്ടമോ അല്ലെങ്കിൽ വസീലയോ ഇസ്തിഗാസയോ എല്ലാം അല്ലാഹു മാത്രം എന്ന കാഴ്ചപ്പാട് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം എന്ന് നമ്മൾ തിരിച്ചറിയുകയും ഈ രൂപത്തിൽ ആരെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നുണ്ട് എങ്കിൽ ഖുർആൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും ലാഭങ്ങൾക്ക് വേണ്ടിയായിരിക്കും. വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട ചില ആളുകൾ ലയകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, ബാത്തിലായ നിലയിൽ ഹക്കല്ലാത്ത രൂപത്തിൽ ജനങ്ങളുടെ പണം അപഹരിച്ച് തിന്നുമുടിക്കുന്ന ചിലർ, അങ്ങനെയുള്ള പണ്ഡിതന്മാരെ കുറിച്ച് ഖുർആൻ സൂറത്തു തൗബയിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് അല്ലാഹു ബുദ്ധി നൽകിയിട്ടുണ്ട്, പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമ്മൾ ശ്രമിക്കണം. അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയ വിഷയങ്ങൾ മറച്ചു വെക്കാതെ കുടുംബത്തോടാണെങ്കിലും നമ്മുടെ ചുറ്റുപാടുകളിലാണെങ്കിലും ഒക്കെ നമുക്ക് പറയാനും അവരെ ബോധ്യപ്പെടുത്തുവാനും സാധിക്കേണ്ടതുണ്ട്. ആ ശാപകോപങ്ങൾക്ക് വിധേയരാകുന്നവരിൽ ഉൾപ്പെടാതിരിക്കാൻ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.